അലൈക്കും വറഹമത്തുള്ള. ഇന്ന് 7ാം ക്ലാസ്സിലെ 2025 നടത്തിയ ഫിഖുൽ ഇസ്ലാമിയയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, നിസ്കാരം കസ്റും ജമ്മും ആക്കാൻ പാടില്ല. ആരാണ്? അലക്ഷ്യമായ യാത്ര ചെയ്യുന്നവൻ. ലക്ഷ്യബോധമില്ലാതെ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുക, എവിടേക്കാണെന്ന് ലക്ഷ്യമില്ലാതെ പുറപ്പെടുന്നവൻ, അങ്ങനെ അലക്ഷ്യമെന്ന് പറയാം അല്ലേ. ലക്ഷ്യമില്ലാത്ത യാത്ര ചെയ്യുന്നവന് ജമ്മും കസറും പാടില്ല. നമ്പർ 2, മുബത്തദൈനെ തുടർന്നു നിസ്കരിക്കൽ കറാഹത്താണ്. പുത്തൻവാദികളെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്ത്. കൈപ്പൊള്ളിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ദിരിച്ച സ്വഹാബിയാണ് മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ഓട്ടയ്യ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ ആണ്. ഇഖാമത്തിനു ശേഷം എഴുന്നേൽക്കുക. ഇഖാമത്ത് കൊടുത്തതിനു ശേഷമേ പള്ളിയിലെത്തിയ ഒരാൾ നിസ്കാരത്തിലേക്ക് എഴുന്നേൽക്കാൻ പാടുള്ളൂ. ബാങ്ക് കൊടുത്ത് പള്ളിയിലേക്ക് വന്നിരിക്കും. പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ സുഫ് കെട്ടുന്ന രൂപം ശരിയല്ല. ഇഖാമത്ത് കൊടുത്തതിനു ശേഷം മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ അദബ്, മര്യാദ. നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമും എതിനാവൽ അഭംഗിയാകുന്ന സുന്നത്ത് ഏതാണ്? സഹവിൻ്റെ സുജൂദ്. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? അഭംഗിയാവാന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഒരാൾ ഇമാമു സഹവിൻ്റെ സുജൂദ് ചെയ്തു, മാമും ഇങ്ങനെ നൃത്തത്തിൽ നിൽക്കുക. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കുറവുണ്ട് അല്ലേ. അതിന് എന്താ പറയുക? എതിരാവൽ അഭംഗിയാവുന്ന സുന്നത്ത് എന്ന് പറയുന്നത് സഹവിൻ്റെ സുജൂദാണ്. അതേ സമയത്ത് വജ്ജത്തു ഇമാം ഓതി മാമും ഓതില, ആ രണ്ടും തിരിച്ചറിയോ? ഒരാൾ നൃത്തത്തിൽ വജ്ജത്ത് ഓതി, ഒരാൾ ഓതിയില്ല. അതുകൊണ്ട് ആ ഒരു നിസ്കാരത്തിനെ അത് തിരിച്ചറിയുകയോ ഒരു ഭംഗിക്ക് ഒരു അഭംഗിയാവുന്നൊന്നും ഇല്ല. അതേ സമയത്ത് വജ്ജത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. പക്ഷേ ഇമാമ് ചെയ്യുകയും മഅ്മൂം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സുന്നത്തുകളിൽ അഭംഗിയാകുന്ന സുന്നത്ത് സഹവിൻ്റെ സുജൂദ് ആകുന്നു. ഖബറിൻ്റെ ആയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എത്രയാണ്? 4.5 മുഴം. ചെരുമ്പടി ചേർക്കുക. സ്ത്രീ മഹറമില്ലാതെ യാത്ര ചെയ്യുന്നതിൻ്റെ വിധി ഹറാം. സ്ത്രീ പുറത്തിറങ്ങണമെങ്കിൽ മഹറമായ പുരുഷന്മാർ വേണം. 2, ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ ജായിസാണ് കേട്ടോ. ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ ജായിസാണ്. നെക്സ്റ്റ് ചോദ്യം, മയ്യത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ്. മയ്യത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ്. കുളിപ്പിക്കുക എന്നല്ലാണ്ട് പറഞ്ഞ് കഫൻ ചെയ്യുക. ജുമായിൽ ഇമാം ജമാഅത്തിനെ കരുതൽ വാജിബാണ്, നിർബന്ധമായിട്ട് കരുതിക്കോണം. അടുത്തത്, മയ്യത്ത് നിസ്കാരം മസ്ജിദിൽ വെച്ചാവൽ സുന്നത്താണ്. മയ്യത്തിൻ്റെ സമീപം സൂറത്ത് യാസീനും റഅദും ഓതണം അല്ലേ. സൂറത്ത് റഅദ് ഓതൽ സുന്നത്തുണ്ട്. അല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഅഫറ ലിമാ യജ്ക എന്നാണ്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, രോഗം കഠിനമാകുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലേ. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ മസ്ബൂക്ക് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത് അല്ലേ. നേരം വൈകി വന്ന ആൾ വജ്ജത്ത് ഓതുകയല്ല വേണ്ടത്, നേരെ ഫർളായ ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മറമാടുന്ന സമയം മയ്യത്തിൻ്റെ തലഭാഗം ഖബറിൻ്റെ കാൽഭാഗത്തേക്ക് വെക്കൽ സുന്നത്താണ്. മറമാടുന്ന സമയത്ത് മയ്യത്തിൻ്റെ തലഭാഗം ഖബറിൻ്റെ കാല് വെക്കുന്ന ഭാഗത്തേക്ക് വെക്കൽ സുന്നത്ത് ആണ്. അടുത്തത്,
മയ്യത്തിൻ്റെ ശരീരത്തിൽ നഖം, മുടി തുടങ്ങിയവ നീക്കൽ കറാഹത്താണ്, പാടില്ല. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം വീടാകുന്നു. ജുമാ ശരിയാവാൻ വേണ്ട, സാധുവാകാൻ വേണ്ട ആളുകൾ എത്ര? 40. നിസ്കാരം ജമ്മു കസറാക്കാൻ അനുവദിച്ച ഏറ്റവും കുറഞ്ഞ ദൂരം 132 കിലോമീറ്റർ. മറമാടുന്നിടത്ത് മുതൽ, മരണപ്പെട്ടതു മുതൽ 7 നാളുകളിൽ ഭക്ഷണം നൽകൽ സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞത് ആരാണ്? മരണപ്പെട്ടത് മുതൽ 7 നാളുകളിൽ ഭക്ഷണം മയ്യത്തിൻ്റെ പേരിൽ നൽകൽ അത് സ്വഹാബികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞ സ്വഹാബിയുടെ പേര് ത്വാഊസ്. മയ്യത്ത് കരിഞ്ഞതുകൊണ്ടോ മറ്റോ കുളിപ്പിക്കാൻ പ്രയാസമായാൽ എന്തു ചെയ്യണം? തയമ്മം ചെയ്യണം. 5 വക്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വിധി ഫർദ് കിഫായ. രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദുആ കാണാതെ പഠിക്കണം. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക്. ഭൂമിയെ അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട്. എന്തിൽ നിന്ന്? അമ്പിയാക്കളുടെ ശരീരം തിന്നുന്നതിൽ നിന്ന്. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. ജുമയിൽ 2-ാം റക്അത്തിൽ റുകൂഇന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്തു ചെയ്യണം? അവൻ ജുമാ നിസ്കാരത്തിന് നേരം വൈകി വന്നു. 2-ാമത്തെ റക്അത്തിൽ റുക്കൂ കഴിഞ്ഞിട്ടാണ് ഒരു ചങ്ങായി വരുന്നത്. അവൻ എന്തു ചെയ്യണമെന്നാണ് ചോദ്യം. ജുമയുടെ നിയത്ത് വെച്ചുകൊണ്ട് തന്നെ ഇമാമിനോട് കൂടെ തുടർന്ന് നിസ്കരിക്കണം. ശേഷം ഇമാം സലാം വീട്ടിയതിനു ശേഷം ദുഹറായിട്ട് 4 റക്അത്ത് നിസ്കരിക്കണം. ഇമ്പോർട്ടൻ്റ് മസലയാണ്, വരാൻ സാധ്യത കൂടുതലാണ്. മയ്യത്ത് മറമാടി കഴിഞ്ഞ ശേഷം വന്നവർ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം? മയ്യത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കാം. പിന്തിച്ച് ജമാക്കുന്നതിൻ്റെ 2 ഷർത്തുകൾ. 1, ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ ജമ്മിനെ കരുത്. അപ്പോൾ ലുഹറിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നുവെന്ന് ലുഹറിൻ്റെ സമയത്ത് കരുതണം. 2-ാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്ര മുറിയാൻ പാടില്ല. ഇസറിലേക്ക് ബന്ധിച്ചാൽ അസർ വരെ യാത്ര ഉണ്ടാവണം എന്നർത്ഥം. വെള്ളിയാഴ്ചയിൽ പ്രധാന സുന്നത്തുകൾ 2 നേരത്തെ പോവുക, വെള്ളവസ്ത്രം ധരിക്കുക, അൽക്കഫ് ഓതുക, ഒരുപാട് സുന്നത്തുകൾ ഉണ്ട്. മരണ വീട്ടുകാലത്ത് അസിയത്ത് ചെയ്യുന്നവരോട് എന്താണ് പറയേണ്ടത്? ജസാക്കല്ലാഹ്. മരണ വീട്ടുകാർ തഅസിയത്ത് ചെയ്യുന്നവരോട് എന്ത് പറയണം? ജസാക്കല്ലാഹ് ഖൈറ വതഖബ്ബലല്ലാഹു മിൻക്. ഇമാമിന് മുന്നേ അശ്രദ്ധമായി മാമും ഒരു ഫർള് ചെയ്താൽ മാമും എന്തു ചെയ്യണം? തിരിച്ചു വരികയോ അവിടെ തുടരുകയോ ചെയ്യാം കേട്ടോ. നിസ്കാരം കസറാക്കുക, ജമാക്കുക. അവിടെയുള്ള ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും.